ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ വ്ളോഗ്. അപ്പം നമുക്കിന്നൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കി നോക്കാം. ലഞ്ചിനാവാം, ബ്രേക്ക്ഫാസ്റ്റിനാവാം, ഡിന്നറിനാവാം. തുടങ്ങിയാലോ? നമുക്കിന്നേ തക്കാളി മാത്രം ഇട്ടിട്ടുള്ള ഒരു സാമ്പാറായി നോക്കിയാലോ? പക്ഷേ സാമ്പാറാകുമ്പോൾ ഒരു മുരിങ്ങക്കോൽ ആവശ്യമാണേ. അതുകൊണ്ട് ആകപ്പാടെ എൻ്റെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ഒരു മുരിങ്ങക്കോൽ എടുത്തിട്ടുണ്ട്. 2 സവോള, 2 പച്ചമുളക്, പിന്നെ പോയിട്ട് നമ്മുടെ കുറച്ച് തക്കാളി. ഇത് മിച്ചം വന്നതാണ്, ഫ്രിഡ്ജ് കാലിയാക്കൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറേ പച്ചക്കറികളൊക്കെ എടുത്ത് മിച്ചം വരുന്നതൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നോക്കിയപ്പോൾ കിട്ടിയതാണ് ഇത്രയും കുറേ തക്കാളികളുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പരിപ്പ്, ഇത്തിരി പരിപ്പ് കൂടി എടുത്തിട്ടുണ്ട്. അതിനെ കുടുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, അതിനെ ഒന്ന് വേവാനായിട്ട് വയ്ക്കാം. പരിപ്പ് കുക്കറിനകത്തോട്ട് വേവാനായിട്ട് വെക്കാം കേട്ടോ. ഇതിനാവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുവാണ്. ഒരുപാട് വേണ്ട, കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഈ പരിപ്പ് വേവുന്ന സമയം കൊണ്ടേ നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമേ. ഓക്കെ, ഒരു മീഡിയത്തിൽ അങ്ങോട്ട് അരിഞ്ഞോളുക. ഞാൻ ഒരുപാട് വലിയതായിട്ട് സാമ്പാറിനൊന്നും അരിയാറില്ല കേട്ടോ. എനിക്കിഷ്ടമില്ല സാമ്പാറിൽ ഒരുപാട് വലിയ കഷ്ണം. പക്ഷേ സാധാരണ അങ്ങനെയാണ് കേട്ടോ അരിയേണ്ടത്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്തായാലും നന്നായിട്ട് ഉടച്ചെടുക്കണം. കാരണം കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ പച്ചക്കറികളെല്ലാം എന്താ പറ്റുക, സൈഡിൽ കൂടെ, ചോറിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇട്ട് മാറ്റി മാറ്റി വെക്കും. അവർക്കതൊന്നും കഴിക്കാൻ മേല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പച്ചക്കറിയൊക്കെ വെന്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് ഉടച്ചെടുക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാമ്പാറിൽ കഷ്ണങ്ങൾ കാണാറില്ല. 2 മുരിങ്ങക്കോലും കാണും, സവോളയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശകലിച്ച കാണും, അത്രയൊക്കെ ഉള്ളൂ. അല്ല, നമ്മുടെ തക്കാളി ഈ പരുവത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് സവോളയും ഈ പറഞ്ഞ പോലെ തന്നെ വലിപ്പമൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മൊത്തമേ മുരിങ്ങക്കോല് പാവം തോന്നുന്നു. ആകെപ്പാടെ ഇത്രയേ ഉള്ളൂ. അത് സാരമില്ലല്ലേ, കാരണം സാമ്പാറിനകത്ത് മുരിങ്ങക്കോല് കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായെങ്കിലും, അതുകൊണ്ട് ഉള്ളത് മതിയെന്നേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് ഏകദേശം വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ കുക്കറേ തുറന്ന് നോക്കിയപ്പം ഇതാ വെന്തിരിപ്പുണ്ട്. അപ്പം നമുക്കിനി ഒരു കാര്യം ചെയ്യാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സവോളയൊക്കെ കൂടെ നമുക്ക് ഈ പരിപ്പിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തോളാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പുപൊടിയാണേ. അത് വേവാനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുത്തോളുക. കുറച്ച് കരിയാപ്പിലയും കൂടി ഉണ്ട് കേട്ടോ. നമുക്കതൊന്ന് വേവിച്ചെടുക്കാവേ. നമ്മുടെ തക്കാളിയും പരിപ്പൊക്കെ കൂടെ ഒരുമിച്ച് വെന്ത് കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് അതിനുള്ള കടുക് പൊട്ടിക്കുകയും പിന്നെ അതിനുള്ള മസാലക്കൂട്ട് കൂടെ ഒന്ന് തയ്യാറാക്കാം കേട്ടോ. നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ടേ. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തോളാം. കടുക് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. കടുകും ജീരകവും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത്തിരി ഉലുവായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവ ഒന്നുകൂടെ മൂത്തതിന് ശേഷം അതിനകത്തോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തോളുക കേട്ടോ. കരിഞ്ഞു പോകരുത്, ലോ ഫ്ലെയിമിൽ മതിയാവും. അതിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് വേണ്ട, കുറച്ച് മതി. പിന്നെ എരിവിനനുസരിച്ച് കേട്ടോ. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തോളുക കേട്ടോ. അത് തിളപ്പിച്ച വെള്ളം വേണേലും കൊടുക്കാം, അല്ലാത്ത സാധാ വെള്ളമാണേലും ഒഴിച്ചു കൊടുക്കാം. അത് എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി വേണ്ടത് കുറച്ച് കായപ്പൊടിയാണ്. അതും ആവശ്യത്തിന് ഒരുപാട് ചേർക്കണ്ട, കഴിക്കാൻ സാധ്യതയുണ്ട്. അതും ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്തോളുക. അപ്പോൾ ഈ മസാലക്കൂടെല്ലാം കൂടെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്കത് ചാഴിയുടെ മണമാണെന്നൊക്കെ പറയാറുണ്ട്. എല്ലാ നട്ടും ചാഴി എന്നാണോ പറയണമെന്ന് അറിയത്തില്ല. എല്ലാവർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ മല്ലിയിലയും കൂടെ ഇട്ടതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും പരിപ്പും എല്ലാം കൂടെ കൂട്ടി നമുക്ക് ഈ കൂട്ടിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ തക്കാളിയും പരിപ്പും പിന്നെ നമ്മുടെ മസാലക്കൂട്ടും എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ നമ്മുടെ കൂട്ടെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ തക്കാളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതൊന്ന് വാങ്ങി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഒരു പാത്രത്തിലേക്ക് പകർത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന്, ഇതുപോലെ ചെയ്തിട്ടുണ്ടോ എന്ന്
ഒന്ന് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് കാണാം. ടാറ്റാ.